അപ്പോൾ ഇന്ന് നൈറ്റ് ചോറ് കഴിക്കാനാണ് പ്ലാന്. അപ്പം മിക്കപ്പോഴും ഞങ്ങൾ രാത്രി അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിത് ആ ചോറ് അരികൾ തിളയ്ക്കുന്നുണ്ട്, നല്ല മത്തി മുളകിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചൊരു മുട്ടയും കൂടി പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇർഫാൻ പറഞ്ഞ് മുട്ട അങ്ങനൊന്നും വേണ്ടാന്ന്. പിന്നെ ഞാൻ കുറച്ച് നാടമ്പരം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് മുട്ടയൊക്കെ എടുത്തത്. അപ്പം എന്താ മീൻ കറി മുട്ട വറുത്തതും ഉണ്ട്, പിന്നെ തലേന്നത്തെ കുറച്ച് തോരനും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അതാ ഇത് കാണുന്ന വേറൊന്നുമല്ല, മുട്ടയായിട്ടുള്ള അംഗം വെട്ടാണ് കാണുന്നത്. അതെങ്ങനെങ്കിലും മുറിഞ്ഞു പോകാണ്ട് തിരിച്ചു വേണം. മുറിഞ്ഞ് തന്നെയാണ് നമ്മൾ കഴിക്കണത്, എന്നാലും അതിങ്ങനെ നേരെ കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ എങ്ങനെയൊക്കെയോ അത് നേരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് എടുത്തിട്ടുണ്ട്. ചോറിനോട് തലേ ദിവസത്തെ കോവയ്ക്കത്തോരൻ ഇരിപ്പുണ്ടായിരുന്നു, അതും ചൂടാക്കിയിട്ടുണ്ട്. നല്ല മത്തി മുളകിട്ട് കറി വെച്ചാണ് കേട്ടോ, ചെറിയ മത്തിയായിരുന്നേ. പിന്നെ നമുക്ക് അതിൻ്റെ മുട്ട വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ മുട്ട വറുത്തത് കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറേ ഉള്ളിയൊക്കെ ഇട്ടാണ് മുട്ട പൊരിച്ചേക്കുന്നത്. പിന്നെ നമ്മളത് കഴിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് മീൻ കറിക്ക് നല്ല എരിവുണ്ടെന്ന്. ഇർഫാനാണെങ്കിൽ തീരെ എരിവ് പറ്റത്തില്ല, എനിക്കാണെങ്കിൽ എരിവ് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ ഫുഡെല്ലാം കഴിക്കുന്നുണ്ട്, എല്ലാവരും ഫുഡ് കഴിച്ച് സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. അപ്പം എന്നാൽ അത്രേ ഉള്ളേ.